നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. ചരിത്ര സ്മാരകമായ ഒരു അതിർത്തി കല്ല്. വയനാട്, കണ്ണൂർ ജില്ലകളിലുള്ള ഈ കല്ലിന് നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട്. പഴയ നാട്ടുരാജ്യങ്ങളുടെയും ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെയും ഒക്കെ ഓർമ്മകൾ പേറുന്ന ഈ കല്ലിനെ കുറിച്ച് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ നമുക്ക് വിശദമായി കാണാം. ഈ മയിൽക്കുറ്റി കണ്ടോ? ഇതൊരു മയിൽക്കുറ്റി അല്ല, യഥാർത്ഥത്തിൽ ഇതൊരു അതിർത്തി കല്ലാണ്. ഇപ്പോഴത്തെ കണ്ണൂർ, വയനാട് ജില്ലകളുടെ അതിർത്തിയിൽ പേരിയ ചുരത്തിന് മുകളിൽ ജില്ലാ അതിർത്തിയിലുള്ള ഒരു അതിർത്തി കല്ലാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് വയനാട്. വയനാടിൻ്റെ പഴയ സ്പെല്ലിംഗ് ആണ് WYNAD, വയനാട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ കല്ലിൻ്റെ മറുവശം എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഈ മറുവശത്ത് എഴുതിയിരിക്കുന്നത് കോട്ടയം എന്നാണ്. അതായത് കോട്ടയം വയനാട് അതിർത്തിയാണ്. ഈ വശം കോട്ടയം, മറുവശം വയനാട്. ഈ കോട്ടയത്തിന് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ തെക്കൻ കേരളത്തിലെ കോട്ടയം നഗരവുമായോ കോട്ടയം ജില്ലയുമായോ ഒരു ബന്ധവുമില്ല. ഈ കൂത്തുപറമ്പിനടുത്ത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും കോട്ടയം മലബാർ എന്നറിയപ്പെടുന്ന ഒരു കോട്ടയമുണ്ട്. ആ കോട്ടയം കേന്ദ്രീകരിച്ച് പണ്ടൊരു കോട്ടയം രാജവംശം ഉണ്ടായിരുന്നു. അതൊരു നാട്ടുരാജ്യമായിരുന്നു. ആ രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജാവ് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ആ കോട്ടയം എന്ന് പറയുന്ന നാട്ടുരാജ്യമായിരുന്നു. ഈ കല്ലിൻ്റെ ഇപ്പുറത്ത് വയനാടും. ഈ കല്ല് പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇട്ടിരിക്കുന്ന കല്ലായിരിക്കണം. ബ്രിട്ടീഷുകാർ ഈ പ്രദേശമൊക്കെ കീഴടക്കിയപ്പോൾ ഇത് മലബാർ ജില്ലയായിരുന്നു. മദ്രാശി സംസ്ഥാനത്തിന് കീഴിലുള്ള മലബാർ ജില്ലയിലെ 2 താലൂക്കുകളായിരുന്നു വയനാടും കോട്ടയും. അപ്പോൾ ആ 2 താലൂക്കുകളുടെ അതിർത്തിയായി ബ്രിട്ടീഷുകാർ ഇട്ടിരുന്ന കല്ലാണ്, അതിർത്തി കല്ലാണിത്. കോട്ടയം താലൂക്ക് ഈ വശം, വയനാട് താലൂക്ക് ഈ വശം. അല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ കോട്ടയം നഗരവുമായി ഈ അതിർത്തി കല്ലിന് ബന്ധമൊന്നുമില്ല. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, ഒരുപാട് നാളായി മഞ്ഞും മഴയും കാറ്റും വെയിലും ഒക്കെ കൊണ്ട് ആ കല്ല് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ എത്തിപ്പെട്ടു ഈ കല്ലിനടുത്തേക്ക്? കാരണം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഭാഗത്താണ് അത് നിൽക്കുന്നത്. ഈ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് ഈ പേരിയ ചുരം വഴി കണ്ണൂരിലേക്കുള്ള പാത തന്നെ ഒരുപാട് ചരിത്രം പേറുന്ന ഒരു വഴിയാണ്. വയനാട്ടിലേക്കുള്ള ആദ്യകാല കുടിയേറ്റങ്ങൾ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കുടിയേറ്റങ്ങൾ നടന്നതും പിന്നീട് പഴശ്ശിരാജാവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും പടയോട്ടങ്ങളൊക്കെ നടന്നത് ഈ പേരിയ ചുരം വഴിയാണ്. തലശ്ശേരി ഭാഗത്ത് നിന്ന് മാനന്തവാടിയിലേക്കാണ്. അപ്പോൾ ആ പേരിയ ചുരത്തിൽ ഇങ്ങനെയൊരു ചരിത്രം പേറുന്ന ഒരു അതിർത്തി കല്ലുള്ളത് മുമ്പൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഞാൻ ചെറുപ്പത്തിലേ ആ വഴി സഞ്ചരിക്കുന്നതാണ്, ബസ്സിലും വാഹനത്തിലൊക്കെ, പക്ഷേ അത് കണ്ടിരുന്നില്ല. ഏതാണ്ട് 1 വർഷം മുമ്പ് പേരിയ ചുരത്തിൽ ചുരം ഇടിഞ്ഞ് കുറേ നാളുകൾ, മാസങ്ങളോളം റോഡ് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വാർത്ത എടുക്കാൻ വേണ്ടി ആ ചുരത്തിൽ പോയപ്പോഴാണ് ഈ കല്ല് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോഴും അത് ശ്രദ്ധിച്ചു. ഈ കോട്ടയം എന്നും വയനാട് എന്ന് എഴുതിയതൊക്കെ കണ്ടു. പക്ഷേ അതൊരു വാർത്തയാക്കേണ്ട ഒരു കാര്യം അന്ന് തോന്നിയില്ല. പിന്നീട് എപ്പോഴോ സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗ് കണ്ടു. ഒരാൾ ഈ കല്ല് കാണിച്ച് ഈ കോട്ടയത്തെക്കുറിച്ച് പറയുന്നു. കോട്ടയം ഒരുപാട് ദൂരെയുള്ള, അതായത് നമ്മൾക്കൊക്കെ അറിയുന്ന തെക്കൻ കേരളത്തിലെ കോട്ടയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ്. ആ കോട്ടയം എന്ന് എഴുതിയ ഒരു മയിൽക്കുറ്റി എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പോഴാണ് ആ കല്ലിൻ്റെ ചരിത്രം ഒന്ന് തത്സമയത്തിലോ ഒക്കെ ഉൾപ്പെടുത്തി ഒന്ന് പറയണമെന്ന് തോന്നിയത്. എന്തായാലും അത് മറ്റേ തെക്കൻ കേരളത്തിലെ കോട്ടയവുമായി ഒരു ബന്ധവുമില്ല. കോട്ടയം എന്ന നാട്ടുരാജ്യം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അത് കോട്ടയം താലൂക്കായി. കൂത്തുപറമ്പും തലശ്ശേരി ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ആ കോട്ടയം താലൂക്കിന്റെയും അന്നത്തെ വയനാട് താലൂക്കിന്റെയും അതിർത്തി എന്ന നിലയിൽ ബ്രിട്ടീഷുകാർ കമൽ സൂചിച്ചതുപോലെ തന്നെ ആ കല്ല് ആദ്യം കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു സംശയം വയനാട്, കോട്ടയം ഇതെങ്ങനെ അടുത്തടുത്ത് വന്നു എന്നുള്ളതാണ്. അതെന്തായാലും കൃത്യമായി തന്നെ കമൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ പേറുന്ന ഒരു കല്ലാണ്.